ടെക്സ്ചർ പെയിന്റ് അടിച്ച സബ്വൂഫർ ബോക്സ്, സ്പീക്കർ ബോക്സ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇത് അതുപോലെ ടെക്സ്ചർ പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ടെക്സ്ചർ പെയിന്റ് എന്ന് പറഞ്ഞ് ഇതിലിപ്പോ ഈ ബ്ലാക്ക് കളറിൽ നമ്മളിപ്പോ ഇവിടെ അടിച്ചിരിക്കുന്ന ഈ മെറ്റീരിയൽ, ഈ കാണുന്ന പെയിന്റിങ്, ഇതിന്റെ പേരാണ് ടെക്സ്ചർ പെയിന്റ്. അപ്പോൾ ഈ ഗ്രില്ല് ഈ ടൈപ്പ് ഹണി കോമ്പിലും അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കിപ്പോൾ ഈ സ്പീക്കർ ഫിക്സ് ചെയ്യാനുള്ള, നമ്മുടെ സബ്വൂഫർ ഫിക്സ് ചെയ്യാനുള്ള സ്പേസ്. ഇവിടെ ഈ ഗ്രില്ല് വന്നിട്ട് കവർ ചെയ്ത് നിന്നിട്ട് ഈ സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യാനുള്ള സ്പേസ്. ഇതിൻ്റെ പോർട്ട് കിടക്കുന്നത് ഈ താഴത്താണ്. അപ്പോൾ ഈ താഴെ കൂടെ പോയിട്ട് നേരെ മേലോട്ട് കയറി നല്ല ട്യൂൺഡ് പോർട്ടാണ്, നല്ല ഹെവി ട്യൂൺഡ്, ലോ ട്യൂൺഡ് പോർട്ടാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡോറിലോ അല്ലെങ്കിൽ നല്ല ഹെവി പഞ്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ ട്യൂണിങ്ങും ഈ ബോക്സിൻ്റെ ബിൽഡും കിടക്കുന്നത്. പിന്നെ ഇതിന് മുകളിൽ നമുക്കിപ്പോൾ ടോപ്പ് ആഡ് ചെയ്യാനുള്ള ഫ്ലാഞ്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്പീക്കർ ടെർമിനലുണ്ട്. ഇതിലിപ്പോൾ ഈ ഡാമ്പിങ്ങോ അങ്ങനത്തെ ഒന്നും ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റും കൂടി ചെയ്യാം, എന്താണ് ഇതിൻ്റെ വർക്കിംഗ് എഫക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ടെക്സ്ചർ പെയിൻറ്റിനെ പറ്റി ചെറിയ തോതിൽ പറയുകയാണെങ്കിൽ, ഇത് ഈ ടൈപ്പ് പെയിൻറ്റിങ് അടിച്ചപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ആ സ്പീക്കർ ബോക്സിന് ആ റെസിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടും ഒരു പ്രൊഫഷണൽ ലുക്ക്, ആ ഒരു റിച്ച് ലുക്കാണ് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് കാണാനുള്ളത്. പിന്നെ അതുകൊണ്ടുള്ളൊരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു സബ്വൂഫർ ഇങ്ങനത്തെ ഒരു ബോക്സ് നമ്മളിപ്പോൾ ഇത് ഔട്ട്ഡോർ യൂസാണ് ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്വാഭാവികമായിട്ടും ചെറിയ തോതിൽ പരിക്കുകളും മറ്റൊക്കെ വരും. നമ്മളിപ്പോൾ റെസിൻ സാധാരണ നമ്മളെ വിനൈൽ പോലെ ഏതെങ്കിലും കോട്ടിങ് ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ടൈപ്പ് ഈ ടെക്സ്ചർ പെയിൻ്റ് ആകുമ്പോൾ ആ ഒരു പരിക്ക് വരുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പരിക്ക് വന്നാലും നമ്മളത് ശ്രദ്ധിക്കപ്പെടില്ല, അത് നാച്ചുറലായി പോകും. അതാണ് കാരണം ഇതിൻ്റെ ഈ റഫ്നെസ്സിൻ്റെ കൂടെ അത് ആഡായി പോകും. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ജസ്റ്റ് ഒരു പെയിൻറ്റോ അല്ലെങ്കിൽ ജസ്റ്റ് കളർ ടച്ച് ചെയ്താൽ പോലും അത് മാഞ്ഞു പോകും. അത് നമുക്ക് അവിടെ ഒരു പ്രശ്നമേ അല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ശരിക്കും പറഞ്ഞാൽ അത്രയും പരിക്ക് വരില്ല. ജസ്റ്റ് ഒരു സ്ക്രാച്ച് പോലെ ഒരു വര ഈ പെയിൻറ്റിങ് കൂടെ വന്നു വിചാരിക്കുക. ജസ്റ്റ് അതൊന്ന് ഒഴിവാക്കാൻ നമുക്ക് വളരെ സിമ്പിളാണ് ഈ ടൈപ്പ് പെയിൻറ്റിങ് ഉള്ള ബോക്സിൽ നിന്നാണ് പറഞ്ഞു തന്നത്. മറ്റൊരു ഗുണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹ്യൂമിഡിറ്റി, നമ്മുടെ അന്തരീക്ഷത്തിൽ ഈർപ്പം, ഇനിയിപ്പോൾ ഡയറക്റ്റ് മഴ കൊള്ളുകയാണെങ്കിലും, ഇപ്പോൾ കുറച്ച് കാലം ഇത് ഡേ നൈറ്റ് ഇപ്പോൾ ഒരു മഞ്ഞത്തും വെയിലത്തും ഓപ്പണാക്കി അവിടെ അങ്ങനെ ഫിക്സ് ചെയ്തിട്ടേക്കാണ്, എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ യൂസിന് അങ്ങനെ വെച്ചേക്കാണെങ്കിൽ പോലും ഒരു പരിക്കും വരാനില്ല. മറ്റേത് റെസിനും മറ്റേ നമ്മളെ ഗ്ലോസി ഫിനിഷ്, അതായത് സ്മൂത്ത് ഫിനിഷ് ആണെങ്കിൽ അത് പണിയായി പോവും. അത് പൊള്ളൽ പോലെയോ അല്ലെങ്കിൽ ഈർപ്പം കുടുങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഡിഫക്റ്റോ അതിന് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് ഈ ടൈപ്പ് പെയിൻറ്റിങ്ങിലാകുമ്പോൾ അത് വരാനുള്ള സാധ്യത തീരെയില്ല. പിന്നെ ഓവറോൾ ഇതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കൂടിയിട്ടുണ്ട്. അതായത് സാധാരണ ഇപ്പോൾ MDF ഓൾറെഡി ഒരു സ്ട്രെങ്ത്ത് ഉണ്ട്, പക്ഷേ അതുകൂടാതെ ഒരു പിടുത്തം കൂടി ഇതിന് വരികയാണ്. എയർ സീൽ ഒന്നും കൂടെ വരികയാണ്. ഏതൊരു തരം ജോയിൻറ്റ് എവിടെ നിന്ന് എന്തെങ്കിലും ലീക്കിന് സാധ്യത ഉണ്ടെങ്കിലോ അതുകൊണ്ട് ഒഴിവായി കിട്ടുകയാണ്. അത് അങ്ങനെ നല്ല ടൈറ്റ് കോട്ടിങ് വന്നതുകൊണ്ട്. അപ്പം ഇനി എന്തായാലും ഡയലോഗ് അടിച്ച് ഉറപ്പിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാം, നമുക്കിപ്പോൾ ഇതിനകത്ത് കണ്ടറും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാം ഫിറ്റ് ചെയ്താണ്. ഒരു JBL 1500 സബ്വൂഫറാണ് നമുക്കിവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ പ്രൊഫഷണൽ PA സിസ്റ്റം സ്പീക്കേഴ്സ് അല്ല ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് നമ്മൾ NCS തന്നെയാണ് നോക്കുന്നത്. മലയാളം കേട്ട പണി പോളും. ഒരു ബീറ്റുള്ള ഇട്ട് നോക്കാം. ഈ റൂമിന് ഒരുപാട് റിവേർബ് ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ പഞ്ച്, അതായത് ബേസ് ലെവൽ വളരെ കൂടുതലാകുമ്പോൾ റിവേർബിന് സാധ്യതയുണ്ട്. ജസ്റ്റ് മുൻകൂട്ടി ഒരു ജാമ്യം എടുത്താണ്. നോക്കാം, വേറെ നോക്കാം. ഫോസിയോഡിയോടെ ആമ്പാണ് കേട്ടോ, വരുത്തൻ.
അപ്പോൾ ഒരു 6000 റുപ്യോളം ചിലവുള്ളൊരു കേസാണ് ഈ ഒരു ബോക്സ് എന്നുള്ളത് പ്രത്യേകം ആലോചിക്കണം. നമുക്ക് പാട്ട് കേൾക്കാനോ വീട്ടിലേക്കോ ഇനി തിയേറ്ററിനോ ഏതിനിടാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ കിട്ടും എന്നുള്ളത് ഇപ്പോൾ നല്ലൊരു പ്രൂഫാണ്. ഔട്ട്ഡോർ യൂസിന് ബെസ്റ്റാണ്, പക്ഷേ ഇൻഡോർ യൂസിനും ഉപയോഗിക്കാം. ആരും പറഞ്ഞ ഔട്ട്ഡോറിൻ്റെ ഇൻഡോർ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ആരും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു ബോക്സുകളിലൊന്ന് നമുക്ക് ആ പ്രീമിയം ടൈപ്പ് കിട്ടുന്ന ആ ഒരു സൗണ്ട് എഫക്റ്റ്, അതായത് ആ ഒരു ജെർക്കിങ് ഇല്ലാതെ പതറിച്ചില്ലാതെ ഇതിൽ നിന്ന് കിട്ടിയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം തിയേറ്ററിനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ ഉപയോഗിക്കാം. നല്ല സൂപ്പർ എഫക്റ്റാണ്. പക്ഷേ ചിലവ് മറ്റേ ബോക്സിൻ്റെ 3 ഇരട്ടി വരും. 6 റുപ്യ അറൗണ്ട് ചിലവാക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബോക്സ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം.